സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. സോ സോറി ഫോർ ദാറ്റ്. കുറച്ച് ഇഷ്യൂസ് കാരണം കുറച്ച് നാളായിട്ട് നമുക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനി എന്തായാലും ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മളൊരു അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത്. സാംസങ്ങിൻ്റെ ഗാലക്സി A50 എന്ന മോഡലിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ലുക്കുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഈ ഫോൺ ആക്ച്വലി എനിക്ക് യൂട്യൂബിൽ നിന്നും കിട്ടിയൊരു ഫോണാണ് കേട്ടോ. അതെങ്ങനെയാണെന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് ഈ ഫോണിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. സോ അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി A50 എന്ന മോഡൽ. A50യുടെ 6GB 64GB വൈറ്റ് വേരിയൻ്റ് ആണിത്. ഈ വേരിയൻറ്റിൻ്റെ ഓൺലൈൻ പ്രൈസ് ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ ഏകദേശം 23,000 രൂപയായിരുന്നു ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ പ്രൈസ് വന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബോക്സിൻ്റെ ബാക്കിൽ ഫോണിനെ പറ്റി ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്കിവിടെ കാണാൻ പറ്റും. ഇൻഫിനിറ്റി U ഡിസ്പ്ലേ ആണ്, ട്രിപ്പിൾ ക്യാമറ, അതുപോലെ തന്നെ ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ്. ഈ ഒരു റേറ്റിന് ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്ന ടെക്നോളജി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 4G LT ഒക്ടാ കോർ പ്രൊസസ്സർ, 6.4 ഇഞ്ചിൻ്റെ ഫുൾ റെക്റ്റാങ്കിൾ ഡിസ്പ്ലേ, ട്രിപ്പിൾ ക്യാമറ, അതായത് 25 മെഗാ പിക്സൽ പ്ലസ് 5 മെഗാ പിക്സൽ പ്ലസ് 8 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ റിയർ ക്യാമറയാണ് വരുന്നത്. 25 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ, അതുപോലെ തന്നെ 6GB റാം, 64GB മെമ്മറി. ഇതിപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത് 6GB റാം വേരിയൻ്റ് ആണ്. ഇതിൻ്റെ 4GB റാം വേരിയൻറ്റും അവൈലബിൾ ആണ്. ഏകദേശം 19,000 20,000 ആ ഒരു റേഞ്ചിലാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. സോ ഇനി എന്തായാലും നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. ആൻഡ് ഇതിൻ്റെ ബോക്സിൽ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ചെറിയൊരു ബോക്സ് കൂടി ഉണ്ട്. നമുക്ക് വന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഈ ഫോണിൻ്റെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, അതുപോലെ തന്നെ റീജിയണൽ ലോക്ക് ഗൈഡും ഫോണിൻ്റെ വാറണ്ടി കാർഡും നമുക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു സിലിക്കോൺ റബ്ബർ കേസും നമുക്ക് ഈ ഒരു ബോക്സിനൊപ്പം കിട്ടുന്നതാണ്. അത്യാവശ്യമെന്നല്ല, നല്ല ക്വാളിറ്റി തന്നെയുള്ള ഒരു കേസാണ് നമുക്ക് ഇതിനൊപ്പം ലഭിക്കുന്നത്. സോ അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫോണൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഫോൺ വന്നിരിക്കുന്നത്. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനെക്കാട്ടിലും കുറച്ചുകൂടി ബെറ്റർ ഡിസൈൻ തന്നെയാണ് ഫോൺ. ഇവിടെ ബാക്ക് സൈഡ് കാണാൻ സാധിക്കും, നല്ലൊരു ഗ്ലോസി ഫിനിഷും അതുപോലെ തന്നെ അതിൻ്റെ ക്യാമറ അറേഞ്ച്മെൻറ്റും ഒക്കെ ഒരു അടിപൊളി ഡിസൈൻ തന്നെയാണ് ഫോൺ വന്നിരിക്കുന്നത്. അപ്പോൾ ഫോൺ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് ബോക്സിലുള്ള മറ്റു കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. ഓക്കെ, ബോക്സിനൊപ്പം ഇനി വരുന്നത് ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ USB-C ടൈപ്പ് ചാർജിങ് കേബിളുണ്ട്. കൂടാതെ ഒരു ഹെഡ്സെറ്റ്, നോർമലി നമ്മൾ പണ്ട് മുതലേ സാംസങ് ഫോൺസിനൊപ്പം കണ്ടുവരുന്ന ആ ഒരു നോർമൽ ടൈപ്പ് ഹെഡ്സെറ്റ് കൂടി നമുക്ക് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. പല സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളും ഹെഡ്സെറ്റോ ചാർജറോ പ്രൊവൈഡ് ചെയ്യാത്ത ഈ ഒരു സമയത്ത് സാംസങ് ഇതിനൊപ്പം ഹെഡ്സെറ്റ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും സാംസങ് എന്നൊരു ബ്രാൻഡിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഹെഡ്സെറ്റ് അവർക്ക് ഓപ്റ്റ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞതാണ്. ഓക്കെ, കൂടാതെ ഒരു സിം ഇജക്റ്റ് ടൂളും ഈ ബോക്സിനൊപ്പം അവൈലബിൾ ആണ്. എനിവേ, അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫോൺ എടുത്ത് നോക്കാം. അപ്പോൾ മച്ചാന്മാരെ, നമുക്ക് നമ്മുടെ ഫോൺ ഞാൻ പ്രതീക്ഷനെക്കാട്ടിലും നല്ലൊരു ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. എൻ്റെ എക്സ്പെക്റ്റേഷനെക്കാട്ടിലും ഒരു ബെറ്റർ ഡിസൈൻ തന്നെയാണ് ഫോൺ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ഗ്ലോസി ഫിനിഷ്. ആ ഒരു വൈറ്റ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ക്യാമറ പാർട്ടായാലും അത്യാവശ്യം നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഫോൺ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് എന്താ പറയുന്ന ഒരു റെയിൻബോ ഫിനിഷ് കൂടെ കാണാൻ പറ്റും, ഒരു ഗ്ലോസി റെയിൻബോ ഫിനിഷ്. അതിപ്പോൾ വൈറ്റ് വേരിയൻ്റ് തന്നെയല്ല, ഇതിൻ്റെ എല്ലാ കളർ വേരിയൻസിനും ഈ ഒരു റെയിൻബോ ഫിനിഷ് ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ സൈഡ് നോക്കിയാൽ ഇറ്റ്സ് ഓസം. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ആയാലും ബാക്ക് സൈഡ് ആയാലും നല്ല മികച്ച രീതിയിലുള്ളൊരു ഡിസൈൻ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു അടിപൊളി ഫോൺ. ഇതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ഇതിൻ്റെ തിക്നെസ് നോക്കിയാൽ കാണാം, അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ്. ഇതിൻ്റെ എക്സ്റ്റേണൽ വൈസ് നോക്കിയാൽ റൈറ്റ് സൈഡിലായിട്ട് നമുക്കിതിൻ്റെ വോളിയം കൺട്രോൾ സ്വിച്ചും അതുപോലെ തന്നെ ലോക്ക് സ്വിച്ചും കാണാൻ പറ്റും. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് സിം ഇടാനുള്ള സ്ലോട്ട് വരുന്നത്. 2 സിമ്മും അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ളൊരു സ്ലോട്ടാണ് ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫോണിൻ്റെ ബോട്ടം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ഹെഡ്സെറ്റ് ജാക്കും അതുപോലെ തന്നെ ചാർജിങ് പോർട്ടും വരുന്നത്. USB-C ടൈപ്പ് പോർട്ടാണ്. കൂടാതെ ഫോണിൻ്റെ സ്പീക്കറും ഇതിൻ്റെ ബോട്ടം സൈഡിലായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ക്യാമറസാണ്. 25 മെഗാ പിക്സൽ പ്ലസ് 5 മെഗാ പിക്സൽ പ്ലസ് 8 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറയാണ് ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് ഫ്ലാഷ് ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. സോ അപ്പോൾ ഇതൊക്കെയാണ് ഫോണിൻ്റെ എക്സ്റ്റേണലി ഉള്ള കാര്യങ്ങൾ. ഡിസൈൻ പാർട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സോ അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ബൂട്ട് ചെയ്യാം.
ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ. ഇതിൻ്റെ ഡിസ്പ്ലേ വൈസ് 100% സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഒരു രക്ഷയില്ല, അടിപൊളി ഡിസ്പ്ലേ ആണ് ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ, ആ ഒരു നോച്ച്, വാട്ടർ ഡ്രോപ്പ് നോച്ച് എന്നോ എന്താ പറയുന്നത്, യു ഷേപ്പ് നോച്ച് എന്നോ പലരും പല രീതിയിലാണ് പറയുന്നത്. ഇനി എന്തായാലും ആ ഒരു നോച്ചോട് കൂടി ഒരു അടിപൊളി ഡിസ്പ്ലേ ആണ് ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അതല്ല, നോച്ച് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് നോച്ച് ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് പേഴ്സണലി നോച്ച് ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ അല്ലാതെ തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഡിസ്പ്ലേ വൈസ് ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഫോണിൽ വരുന്നത്. അതും ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ ആണ് ഫോണിൽ വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ വൈസ് ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ് സെൻസർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്ത് നോക്കാം. ഈ ഫസ്റ്റ് ടൈം ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ് സെൻസർ എനേബിൾ ചെയ്യാനായിട്ട് കുറച്ച് പാടാട്ടോ. നമ്മുടെ ഈ ഫിംഗർ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സ്കാൻ ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഓക്കെ, നമുക്ക് എന്തായാലും ഇനേബിൾ ചെയ്യാം, നോക്കാം. ഓക്കെ, അപ്പോൾ ഫോണിൻ്റെ ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ് നമ്മൾ ഇനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ പല റിവ്യൂസിലും വായിച്ച പോലെ തന്നെ ചെറിയൊരു സെക്കൻഡ് ലാഗ് ഉണ്ട്, ഒരു 0.1 സെക്കൻഡ് ലാഗ് ഉണ്ട്. എങ്കിലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്, സെൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു 0.1 സെക്കൻഡ് ലാഗ് ഉണ്ട്. നമ്മൾ കൈ വെച്ച, അതായത് ഫിംഗർ വെച്ച ഉടനെ പെട്ടെന്ന് സെൻസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു 0.1 സെക്കൻഡ് ലാഗ് ഫോണിൽ കാണിക്കുന്നുണ്ട്. അത് ഞാൻ പല റിവ്യൂസിലും ഞാൻ വായിച്ചിരുന്നു. ആ ഒരു നെഗറ്റീവ് പാർട്ട്, അത് വലിയൊരു നെഗറ്റീവ് പാർട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, നല്ലൊരു രീതിയിലുള്ളൊരു ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഫോണിലുള്ളത്. നമ്മൾ ആ ഫിംഗർ പ്രിൻറ്റ് സെൻസ് ചെയ്യുന്ന സമയത്ത് ഫോണിൽ ആ ഒരു ഡിസ്പ്ലേയിൽ വരുന്ന ഫ്ലക്ച്വേഷനും ഒരു അടിപൊളി ഫീലിംഗ് ആണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെയുള്ളൊരു ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ജസ്റ്റ് ഇത് ഫോൺ നമ്മൾ ഓൺ ചെയ്തിട്ടുള്ളല്ലോ, അപ്പം കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ ശേഷം ഇതിൻ്റെ രീതികൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എന്തായാലും. എനിവേ, ഇനി സാംസങ് A50 പറ്റി നമ്മൾ ബ്രീഫായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ ക്യാമറ സൈഡിലേക്ക് വരുമ്പോൾ ട്രിപ്പിൾ ക്യാമറയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. 25 മെഗാ പിക്സലിൻ്റെ ലോ ലൈറ്റും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും 5 മെഗാ പിക്സലിൻ്റെ ലൈവ് ഫോക്കസുമാണ് ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 120 ഡിഗ്രി അൾട്രാ വൈഡ് വീഡിയോസുകൾ നമുക്ക് ഈ ഫോൺ ഉപയോഗിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 240 FPS സ്ലോ മോഷൻ വീഡിയോസുകൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഡിസ്പ്ലേ സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഫോണിൽ വരുന്നത്. ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ ആണ് ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ, ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിലുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ ബാറ്ററി പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 4000 mAh ഒരു ബാറ്ററിയാണ് ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുവരെയുള്ള റിവ്യൂ ഞാൻ കേട്ടത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ബാറ്ററി ബാക്കപ്പ് ഫോണിൽ കിട്ടുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇനി എന്തായാലും നമുക്ക് ഈ ഫോൺ യൂസ് ചെയ്തിട്ട് ഇനി കണ്ടറിയാം ബാറ്ററിയുടെ കാര്യത്തെ പറ്റി. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്, USB-C ടൈപ്പ് ചാർജിങ് പോർട്ടാണ് ഫോണിൽ വരുന്നത്. ഈ ഫോൺ നമുക്ക് 2 വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. 4GB 64GB 6GB 64GB ഇങ്ങനെ 2 വേരിയൻറ്റിൽ നമുക്ക് ഈ ഫോൺ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത് Exynos 9610 ഒക്ടാ കോർ ആണ്. അപ്പോൾ പ്രൊസസ്സറിൻ്റെ കാര്യത്തിലും യാതൊരു മോശവും ഇല്ല. ഇതിൻ്റെ റണ്ണിങ് OS വരുന്നത് ആൻഡ്രോയിഡ് പൈ ആണ് വരുന്നത്. സാംസങ് One UI ആണ് ഫോണിൽ ഉള്ളത്. അപ്പോൾ ഇതുവരെ ഫോണിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ മോശമായിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഡിസൈൻ വൈസ്, ഡിസ്പ്ലേ വൈസ് ഐ ആം 100% സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെന്താ, ഞാൻ പറഞ്ഞ ഇൻ ഡിസ്പ്ലേ ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ ആ ഒരു 0.1 സെക്കൻഡ് ലാഗ്, അത് വലിയൊരു നെഗറ്റീവ് ഫാക്ടർ എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ് സെൻസർ എന്ന് പറയുന്ന ടെക്നോളജി കൊണ്ടുവരുന്നുണ്ട്. ഒരു 0.1 സെക്കൻഡ് ലാഗേ വരുന്നുള്ളൂ. അത് വലിയൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ വലിയൊരു നെഗറ്റീവായിട്ട് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഫോണൊന്ന് യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം ഫോണിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് റിവ്യൂ നമ്മൾ അടുത്തൊരു ദിവസം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇതാണ് ഫോണിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ലുക്കും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഈ ഫോൺ എനിക്ക് യൂട്യൂബിൽ നിന്നും കിട്ടിയൊരു ഫോണാണെന്ന്. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫോൺ, അതായത് സാംസങ് ഗാലക്സി A50 എന്ന് പറയുന്ന ഈ ഒരു ഫോൺ ഞാൻ വാങ്ങിച്ചത് നമ്മുടെ ചാനലിൽ നിന്നും എനിക്ക് കിട്ടിയ യൂട്യൂബ് ഏണിങ്സ് വെച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. സോ അതായത് ഈ ഫോൺ എനിക്ക് നിങ്ങൾ തന്നൊരു ഗിഫ്റ്റാണ്. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ഈ കാര്യം നിങ്ങളെ അറിയിക്കണമെന്നുണ്ടായിരുന്നു. കാരണം നിങ്ങൾ കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ഇവിടെ ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അപ്പോൾ ഗിഫ്റ്റ് എനിക്ക് മാത്രമല്ല നിങ്ങൾക്കുള്ളതും പിന്നാലെ വരുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള വീഡിയോസുകൾ നമ്മൾ പിന്നാലെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. അതിനെപ്പറ്റിയുള്ള അപ്ഡേഷൻസുകൾ ഞാനതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ ദി സപ്പോർട്ട്. ഇതുവരെ വീഡിയോ കണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എനിവേ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടെക്നോളജി കണ്ടന്റുമായി കാണാം. Till then we meet. This is Amal signing.